ഹായ് രതീഷ്, ഗുഡ് ഈവനിങ്. ഹായ് സാർ, ഗുഡ് ഈവനിങ്. നമ്മൾ എങ്ങനെയാണ് ഓപ്ഷൻസ് ബൈ ചെയ്യാൻ നേരം സെല്ല് ചെയ്യാൻ നേരം സ്ട്രൈക്ക് പ്രൈസസ് ചൂസ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യാൻ നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. സോ ആ കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചന്തു ജോയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ മീറ്റിംഗിൻ്റെ ഇടയിൽ ജോയിൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആദ്യ സെക്ഷൻസ് ചന്തു നമ്മളുടെ യൂട്യൂബിൽ ഈ റെക്കോർഡഡ് സെക്ഷൻ ചെയ്യാൻ നേരം ആ സമയത്ത് കണ്ടാലും മതിയാവും. സോ ചന്തുവിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ഈ ഡൗട്ട്. ഒരുമാതിരി നമ്മളുടെ ട്രേഡ് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്. നമ്മൾ ഓപ്ഷൻസ് ബൈയോ സെല്ലോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് സ്ട്രൈക്ക് പ്രൈസസ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് ഇന്ന് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി പോവാം. ഒരുപാട് അഡ്വാൻസ് ആയിട്ടോ ഇല്ലെങ്കിൽ ഓരോ സ്ട്രൈക്ക് പ്രൈസിന്റെ മൂവ്മെന്റിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ സ്ട്രൈക്ക് പ്രൈസസ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യത്തില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു നോർമൽ മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മൾ സ്ട്രൈക്ക് പ്രൈസസ് ചൂസ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. സോ ആദ്യം തന്നെ നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് എന്താണ് സ്ട്രൈക്ക് പ്രൈസ് എന്നും എങ്ങനെ നമ്മൾക്ക് അത് ചൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ 24,850 ഈ ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി കറന്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലോട്ടുള്ള എല്ലാ സ്ട്രൈക്കിനെയും ഞാൻ കോൾ ഓപ്ഷന്റെ കാര്യമായി ആണ് കൺസിഡർ ചെയ്യുന്നത്. ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ എന്നും താഴത്തോട്ടുള്ള എല്ലാത്തിനെയും ഇൻ ദ മണി കോൾ ഓപ്ഷൻ എന്നുമാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എപ്പോഴും ഏത് സ്ട്രൈക്കിലാണോ മാർക്കറ്റ് നിൽക്കുന്നത് അവിടെ ATM സ്ട്രൈക്ക് എന്നായിരിക്കും. എവിടെയാണോ മാർക്കറ്റ് നിൽക്കുന്നത് അവിടെ നമ്മൾ അറ്റ് ദ മണി ഓപ്ഷൻസ് എന്നായിരിക്കും പറയുന്നത്. സോ ഈ രീതിയിൽ കൺസിഡർ ചെയ്യാൻ നേരം എങ്ങനെയായിരിക്കണം നമ്മൾ ഒരു ബൈയിങ് സിനാരിയോയിലും ഒരു സെല്ലിംഗ് സിനാരിയോയിലും നമ്മൾ സ്ട്രൈക്കുകൾ ചൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ സ്ട്രൈക്ക് ചൂസിങ് എപ്പോഴും നമ്മുടെ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരാൻ നേരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ഔട്ട് ഓഫ് ദ മണി ട്രേഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇൻ ദ മണിയിൽ പോയി ഓപ്ഷൻസ് ബൈ ചെയ്യുകയോ സെല് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നമ്മളുടെ റിസ്ക് റിവാർഡിനെ ഒരുപാട് ബാധിക്കുന്ന കാര്യമായിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ മണി മാനേജ്മെന്റിനെയും ആ കാര്യം ബാധിക്കുമായിരുന്നു. നമ്മൾ പണം എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് റിസ്ക് ആണ് ഒരു ട്രേഡിൽ നിന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളെ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ട്രൈക്കുകൾ ബാധിക്കാറുണ്ട്. സോ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രൈക്ക് സെലക്ഷൻസ് ശ്രദ്ധിക്കണം, എക്സ്പെഷ്യലി ഇൻ ബൈയിങ്. സെല്ലിങ്ങിലേക്ക് വരാൻ നേരം നമ്മളുടെ സ്ട്രൈക്ക് പ്രൈസസ് ചൂസ് ചെയ്യണതിന് കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഒന്നുമില്ല. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കേസസിലും സെല്ലിങ്ങിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ OTMലായിരിക്കും സെല്ല് ചെയ്യുന്നത്. നമ്മൾക്ക് റിസ്കോ സെല്ലിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എപ്പോഴും OTMലായിരിക്കും സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ ദ മണിയിൽ പോയി നമ്മൾ സെല്ല് ചെയ്യുന്ന സാഹചര്യങ്ങളും ഡയറക്ഷൻ നമ്മൾക്ക് അത്രക്ക് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇൻ ദ മണിയിൽ പോയി ഒരു സെൽ സൈഡിലേക്ക് നമ്മൾ ഔട്ട് ഓഫ് ദ ഇൻ ദ മണി കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യത്തുള്ളൂ. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബൈയിങ് സൈഡിലാണ് നമ്മൾക്ക് ഈ ഒരു കാര്യം കൺസിഡർ ചെയ്യേണ്ടി വരുന്നത്. ബൈ ഓപ്ഷനിലേക്ക് വരാൻ നേരം നമ്മൾ എപ്പോഴാണോ സ്ട്രൈക്കുകൾ ബൈ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോഴായിരിക്കും നമ്മൾക്ക് സ്ട്രൈക്ക് പ്രൈസ് ചൂസിങ്ങിന്റെ വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബൈ ചെയ്യുന്ന സാഹചര്യത്തിൽ? ഏത് സാഹചര്യത്തിൽ നമ്മൾ OTM സ്ട്രൈക്ക് വാങ്ങണം, ഇല്ലെങ്കിൽ ATM സ്ട്രൈക്ക് വാങ്ങണം, ഇല്ലെങ്കിൽ ഇൻ ദ മണി സ്ട്രൈക്ക് വാങ്ങണം? ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കിപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഇത് ATM ആയിരുന്നു. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനാണ് നിങ്ങൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണമെങ്കിൽ ബൈങ്ങിലേക്ക് വരാൻ നേരം ആദ്യമേ നമ്മൾക്ക് വേണ്ടത് എന്തായിരുന്നു? ഒരു വ്യൂ ആയിരുന്നു, അല്ലേ? നമ്മളുടെ വ്യൂവിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ എന്താണോ നമ്മൾക്ക് മാർക്കറ്റിലുള്ള വ്യൂ അതിന് എഗെയിൻസ്റ്റ് അല്ലേ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ആ ഒരു വ്യൂ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ബേസിന്റെ പുറത്താണ് നമ്മളൊരു ഓപ്ഷൻ ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. സോ നമ്മൾ ബൈയിങ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ വ്യൂ എന്താണോ ആ വ്യൂവിൽ നമ്മൾ എപ്പോഴും നമ്മൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാകണം. ആ ഒരു വ്യൂവിന് നല്ല ക്ലാരിറ്റി ഉണ്ടാകണം. ഒരു മൂവ്മെന്റ് ഉണ്ടാകാനായിട്ട് പോകുന്നു എന്ന് ഉറപ്പ് വരുമ്പോഴായിരിക്കും നമ്മളൊരു ബൈ ചെയ്യണമെന്ന് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അറ്റ് ദ മണിയിൽ എപ്പോഴാണ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നത്? എപ്പോഴും ഒരു മോഡറേറ്റ് വ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡെഫിനറ്റ്ലി ഒരു മാർക്കറ്റ് ഈ ഒരു രീതിയിൽ കൺസോൾഡേറ്റ് ചെയ്ത് മേലോട്ട് പോകാനായിട്ട് പോകുന്നു
ഇല്ലെങ്കിൽ വലിയ മൂവ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഡയറക്ഷൻ ക്ലിയർ ആണ്. മാർക്കറ്റ് 24,850ന്ന് 25,000ലേക്ക് പോകും എന്ന് നമ്മൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾക്ക് ATM സ്ട്രൈക്കുകൾ എപ്പോഴും കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. സി മോഡറേറ്റ് വ്യൂ നമ്മളുടെ വ്യൂ മോഡറേറ്റ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ട സ്ട്രൈക്ക് എപ്പോഴും ATM സ്ട്രൈക്കുകളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എവിടെയാണോ മാർക്കറ്റ് ആ മാർക്കറ്റിന്ന് മാർക്കറ്റ് മേളിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈക്ക് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇവിടെയും മാർക്കറ്റിന് ATM ചൂസ് ചെയ്യാൻ നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിന് ആ ഒരു ഗുഡ് മൂവ്മെന്റ്, നല്ലൊരു മൂവ്മെന്റ്, ഇല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിന് ആ ഒരു മൂവ്മെന്റ് എന്തായാലും മേളിലോട്ട് തന്നെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് വരുന്ന സാഹചര്യങ്ങളായിരിക്കണം നമ്മൾ ATM കോൾ ഓപ്ഷൻസ് സെല്ല് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഇൻ കേസ് ഇനി അടുത്ത സിനാരിയോ നോക്കാം. ഇൻ ദ മണി കോൾ ഓപ്ഷൻസ് നമുക്ക് ഏത് സാഹചര്യത്തിൽ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും? ഇൻ ദ മണി കോൾ ഓപ്ഷൻസ് നമ്മളുടെ മാർക്കറ്റിലുള്ള വ്യൂ ഇല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് ദ മാർക്കറ്റ് ഇസ് ലെസ്. മാർക്കറ്റിന്റെ മൂവ്മെന്റ് കുറവായിരിക്കും, പക്ഷെ ഡയറക്ഷൻ ക്ലിയർ ആയിരിക്കും. മാർക്കറ്റ് മേളിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. നമ്മൾ പൊസിഷണൽ ട്രേഡിങ്ങിലേക്കൊക്കെ വരാൻ നേരം നമ്മൾക്ക് ഇൻ ദ മണിയിൽ ട്രേഡിങ്ങിലേക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ബൈ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ ബൈങ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇൻ ദ മണിയിൽ ഇല്ലെങ്കിൽ സ്ലൈറ്റ് ഇൻ ദ മണി, ഡെഫിനറ്റ്ലി ഈ ഒരു കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 24,800 24,750 ആ ഒരു ലെവലിൽ ഇൻ ദ മണി സ്ട്രൈക്കുകളിൽ പോയി നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മളുടെ വ്യൂ ഇങ്ങനെയായിരിക്കും. അടുത്ത 2 ദിവസം കൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നായിരിക്കും നമ്മളുടെ വ്യൂ. സോ അതൊരു ലോങ് ടേം വ്യൂ ആണ്. ലോങ് ടേമിലേക്ക് നമ്മളൊരു വ്യൂ എടുക്കുന്ന സാഹചര്യത്തിൽ നമ്മളെപ്പോഴും ഇൻ ദ മണിയിൽ പോയി ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ ഇവിടെ വരാൻ നേരം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്ലാരിറ്റി, യു ഷുഡ് ഹാവ് എ ഡിഫൈൻഡ് ക്ലാരിറ്റി ഓവർ ദ മാർക്കറ്റ്, മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഇൻ ലോങ് ടേം, നോട്ട് ഇൻ ലോങ് ടേം, ഷോർട്ട് ടേമിൽ തന്നെ 2-3 ദിവസത്തേക്കൊക്കെയുള്ള വ്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ATMൽ സെല്ല് ചെയ്യാൻ നേരം എപ്പോഴായിരിക്കണം നമ്മൾ ATMൽ സെല്ല് ചെയ്യേണ്ടത്? അത് ഇൻട്രാഡേ ബേസിസിൽ നമുക്ക് ATMൽ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ ദ മണിയിൽ നമ്മൾ ഏത് സാഹചര്യത്തിൽ സെല്ല് ചെയ്യണം, അറ്റ് ദ മണിയിൽ ഏത് സാഹചര്യത്തിൽ സെല്ല് ചെയ്യണമെന്ന് മനസ്സിലായി. ഇൻട്രാഡേ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ATMൽ സെല്ല് ചെയ്യാനായിട്ട് നോക്കുക. പൊസിഷണൽ ആണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻ ദ മണിയിൽ സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അപ്പോൾ എല്ലാവരും നമ്മൾ എപ്പോഴും കാണാറായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒട്ടുമിക്ക നമ്മൾ റീറ്റെയിലേഴ്സ് എല്ലാവരും ചെയ്യുന്നത് എന്താ? OTMലാണല്ലേ ബൈ ചെയ്യുന്നത്. OTMൽ ബൈ ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മൾ OTMൽ ബൈ ചെയ്യുന്നത്? 2 രൂപ, 3 രൂപ, 4 രൂപ, അങ്ങനെ വളരെ ചെറിയ രീതിയിലുള്ള പ്രീമിയംസും, അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്യാപിറ്റൽ വളരെ കുറച്ച് മതി. നമുക്ക് OTMൽ ബൈ ചെയ്യാൻ പോസിബിൾ അല്ലേ? ഡെഫിനിറ്റ്ലി പോസിബിൾ ആണ്. ഏത് സാഹചര്യത്തിലായിരിക്കണം നമ്മൾ OTMൽ ബൈ ചെയ്യേണ്ടത്? സപ്പോസ് ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. ഇത് അടുത്ത ദിവസത്തെ ട്രേഡിംഗ് റേഞ്ച് ആണെന്ന് നിങ്ങൾ കരുതുക. നമ്മളുടെ സെൽ ആവറേജ് 25,000 ആണെന്ന് വെച്ച്, സോറി സെൽ ആവറേജ് അല്ല, ബൈ. ഓക്കെ, ഞാൻ 25,000ൽ ഒരു ബൈ ഓപ്ഷൻ, ഓക്കെ, ഞാൻ 24,000ൽ ഞാനൊരു സ്ട്രൈക്ക് ബൈ ചെയ്തു. അതിന്റെ പ്രീമിയം 10 രൂപയെന്ന് കൺസിഡർ ചെയ്യുക. ഇതൊരു ഔട്ട് ഓഫ് ദ മണിയിൽ ഉള്ളൊരു കോൾ ഓപ്ഷൻ ആണ്. സോ അതാണ് ഞാൻ ബൈ ചെയ്തിരിക്കുന്നത്. എൻ്റെ മാർക്കറ്റ് ഇന്നൊരു എക്സ്പയറി ഡേ ആണ് എന്ന് കരുതുക. എൻ്റെ മാർക്കറ്റ് ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തു. എനിക്ക് എൻ്റെ വ്യൂ എന്താണോ ആ വ്യൂവിന് ക്ലിയർ ആയിട്ട്, ആ വ്യൂവിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാർക്കറ്റ് നീങ്ങുകയും ചെയ്തു, 25,000ലേക്ക് വരികയും ചെയ്തു. ഈ 10 റുപ്പീസ് എത്ര രൂപയായി കാണും? ദാറ്റ് ബിക്കംസ് 0. എൻ്റെ വ്യൂ ശരിയായി, മാർക്കറ്റ് എൻ്റെ വ്യൂവിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് 150 പോയിന്റ് മേളിലോട്ട് മാർക്കറ്റും പോയി. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ അവിടെ? ഇല്ല. നമ്മൾ എക്സ്പയറിയോട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒരിക്കലും പോയി ഔട്ട് ഓഫ് ദ മണിയിൽ സെല്ല് ചെയ്യാനായിട്ട് പാടില്ല. പ്രത്യേകിച്ചും മാർക്കറ്റിന്റെ ഡയറക്ഷൻ ക്ലിയർ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ATMലോ അല്ലെങ്കിൽ ഇൻ ദ മണിയിലോ മാത്രമേ നമ്മൾ ബൈ ഓപ്ഷൻസ് എടുക്കാവൂ. സി, ഇൻ കേസ് എപ്പോഴായിരിക്കണം നമ്മൾ OTMൽ ബൈ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യേണ്ടത്? പ്രീമിയംസ് വളരെ കുറവാണ്, ഒരു ബ്ലാസ്റ്റിന് പോസിബിലിറ്റി ഉള്ള സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കണം ആ ഒരു ബ്ലാസ്റ്റ്? മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നു, തിരിച്ചു വന്ന് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് നിങ്ങൾക്ക് ഉറപ്പാണ്.
മാർക്കറ്റ് ഇങ്ങനെ ഒരു പോസിബിൾ മൂവ്മെന്റ് പ്രതീക്ഷിച്ചാൽ ഈ 10 റുപ്പീസ് അങ്ങനെയാണെങ്കിൽ എത്ര രൂപയിലേക്ക് പോകുമായിരിക്കും? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗോ ടു 150. മോസ്റ്റ്ലി 150 പോയില്ലെങ്കിലും 100 റുപ്പീസിലോട്ടെങ്കിലും പോകും. സി അതായിരിക്കണം ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് പോസിബിളി നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ മാത്രമേ നമ്മൾ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസിൽ ബൈ ചെയ്യാനായിട്ട് പോകാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡയറക്ഷൻ ശരിയായിരിക്കും, പക്ഷേ നമ്മൾക്ക് മണി ലോസ്റ്റ് ആകാനായിട്ടുള്ള ഒരു എല്ലാ പോസിബിലിറ്റിയും അവിടെ ഉണ്ട്. സോ അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടും. അതിനുശേഷം ആ ഒരു റേഞ്ചിലോട്ട് വന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ക്യാപിറ്റലാണോ ട്രേഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് ദാറ്റ് ബിക്കംസ് സീറോ. സോ അത് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ആ ഒരു രീതിയിൽ ഔട്ട് ഓഫ് ദ മണിയിൽ പോയി നമ്മൾ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്രേക്ക് ഔട്ടുകളോ കാര്യങ്ങളോ നമ്മൾക്ക് നല്ല കിട്ടുമെന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ ATMൽ മാത്രം ബൈ ചെയ്യുക. അതും അല്ലാന്നുണ്ടെങ്കിൽ പൊസിഷനിലാണ് ചെയ്യുന്നതെങ്കിൽ ഇൻ ദ മണിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സെല്ലിങ്ങിലേക്ക് വരാൻ നേരം നമ്മൾ എന്തായിരിക്കണം കൺസിഡർ ചെയ്യേണ്ടത്? അടുത്തത് നമ്മൾ ബൈയിങ്ങിന്റെ കാര്യം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഡെഫിനിറ്റ്ലി ഇനി നമുക്ക് സെല്ലിങ്ങിന്റെ കാര്യത്തിലേക്കാണ് നോക്കേണ്ടത്. സെല്ലിംഗ് സൈഡിലേക്ക് വരാൻ നേരം നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മാർക്കറ്റ് മൂവ് ചെയ്ത് എവിടെ എത്തത്തില്ലയോ അവിടെയാണ് നിങ്ങളുടെ സെല്ലിംഗ് സ്ട്രൈക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഇന്നത്തെ മാർക്കറ്റ് 25,000, നാളെ ഒരു എക്സ്പയറി ഡേ ആണെന്ന് കൺസിഡർ ചെയ്യുക. മാർക്കറ്റ് 25,000ലേക്ക് നീങ്ങുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങളുടെ സെല്ലിംഗ് സ്ട്രൈക്ക് എവിടെ ആയിരിക്കണം? ഡെഫിനറ്റ്ലി അത് 25,000ലായിരിക്കണം. മാർക്കറ്റ് 25,000ന് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ആയി, നേരത്തെ പറഞ്ഞതുപോലെ 10 രൂപയാണ് പ്രീമിയം എന്ന് കരുതുക. 25,000 ജസ്റ്റ് ക്രോസ് ചെയ്താലും ഈവനിങ് 3:30ക്ക് മുമ്പ് ജസ്റ്റ് ക്രോസ് ചെയ്താലും ഈ പ്രീമിയം 2 രൂപയോ 3 രൂപയിലോട്ടോ ഉറപ്പായിട്ടും കുറഞ്ഞിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ എവിടെയാണോ ഏത് റേഞ്ചിലേക്ക് മാർക്കറ്റ് ഓടി എത്തത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ ആ ഒരു റേഞ്ചാണ് എപ്പോഴും നിങ്ങളുടെ സെല്ലിംഗ് സ്ട്രൈക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു പ്ലേസ്. സോ ബൈയിങ്ങിൽ നമ്മൾ സ്ട്രൈക്ക് ചൂസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ ബൈ ചെയ്യണം, ഏത് സ്ട്രൈക്ക് ബൈ ചെയ്യണം, ഔട്ട് ഓഫ് ദ മണി ചെയ്യണോ, ATM ചെയ്യണോ, OTM ചെയ്യണോ എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു ഡിസിഷൻ ആണെങ്കിലും, പക്ഷേ സെല്ലിങ്ങിലേക്ക് വരാൻ നേരം അങ്ങനെയല്ല. നമ്മൾക്ക് എവിടെ മാർക്കറ്റ് എത്തത്തില്ല ആ ഒരു റേഞ്ച് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഔട്ട് ഓഫ് ദ മണിയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഔട്ട് ഓഫ് ദ മണിയിൽ ആണ് കൂടുതലും സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇൻ ദ മണിയിൽ സെല്ല് ചെയ്യാം. ഡയറക്ഷണൽ സെല്ലിങ് മാത്രമാണ് നമ്മൾ അറ്റ് ദ മണിയിൽ ചെയ്യുന്നത്. ഇൻ ദ മണിയിൽ ചെയ്യുന്നത് വളരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നത്. ബൈയിങ്ങിലേക്ക് വരാൻ നേരം ഡയറക്ഷൻ അത്രയും ക്ലിയർ ആണ്. പൊസിഷണൽ സെല്ലിംഗ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇൻ ദ മണിയിൽ സെല്ല് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് വളരെ കോമൺ ആയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ പറഞ്ഞത്. സോ ഈ ബേസിക്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ രീതിയിലും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇൻട്രാഡേയിൽ മാത്രം ഇൻ ദ മണിയിൽ പോയി ഓപ്ഷൻസ് സെല്ല് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് ആൻഡ് എവരി പേഴ്സൺ. പക്ഷേ വളരെ ബേസിക് ആയിട്ടും വളരെ നമ്മൾ ഏറ്റവും ആദ്യമേ പഠിച്ചിരിക്കേണ്ട കാര്യം ഈ രീതിയിലാണ്. അതിനുശേഷം അതിനെ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കണം നമ്മൾ വേറൊരു മെത്തേഡോ വേറൊരു രീതിയിലോട്ടോ ട്രേഡിംഗ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാവൂ. ഓക്കെ, സോ ഈ കാര്യങ്ങൾ സ്ട്രൈക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. ഒന്ന് IV ആയിരുന്നു, നമ്മളുടെ വോളറ്റാലിറ്റി. അതേപോലെ തന്നെ ടൈം ടു എക്സ്പയറി, എത്ര ദിവസം എത്ര സമയം എക്സ്പയറിയിലേക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ ട്രെൻഡ് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്ത് റിസ്ക് ആണോ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ഈ കാര്യം കൂടെ നമ്മൾ നോക്കണം. IV എന്താണ്? IV, ലെറ്റ് മീ ഷോ യു. ഇംപ്ലൈഡ് വോളറ്റാലിറ്റി, റൈറ്റ്? ഇപ്പോൾ IV 17 ആണ്. യൂഷ്വലി ബൈയിങ് സിനാരിയോസിന് എപ്പോഴും IV കുറച്ച് ഹൈ ആയി നിൽക്കുന്നതാണ് നല്ലത്. IV കൂടുമ്പോൾ എന്താണ് അത് ഇംപ്ലൈ ചെയ്യുന്നത്? മൂവ്മെന്റ് ഇൻ മാർക്കറ്റ്. IV കൂടുതലാണെങ്കിൽ അത് മൂവ്മെന്റ് ആണ്.
ഐ വി കൂടുതലാണെങ്കിൽ അത് മാർക്കറ്റിന്റെ മൂവ്മെന്റ് ആണ് ഇംപ്ലൈ ചെയ്യുന്നത്. സോ ഒരു ഫിയർ ഫാക്ടർ ആണ് ഐ വി എന്ന് പറയുന്നത്. മാർക്കറ്റിൽ പേടി കൂടാൻ നേരം ഡെഫിനറ്റ്ലി മാർക്കറ്റ് മേലോട്ട് പോകുമ്പോൾ ഒരുപാട് സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും. അതേപോലെ തന്നെ താഴത്തേക്ക് വന്ന ബൈയിങ് പ്രഷർ ഉണ്ടാവും. മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ള ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഫ്രീക്വന്റ് മൂവ്മെന്റ്സ് കിട്ടാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യമാണ്. നമുക്ക് നല്ല മൂവ്മെന്റ്സ് നമ്മളുടെ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. സോ ഐ വി എന്ന് പറയുന്ന ഫാക്ടർ കൺസിഡർ ചെയ്യുക. ഐ വി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐ വി ഹൈ ആണെങ്കിൽ ദാറ്റ് ഇസ് ഫിയർ ഫാക്ടർ കൂടുതലാണ്. മൂവ്മെന്റ് ഉണ്ടാകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മൂവ്മെന്റ് ഉണ്ടാകാൻ പോസിബിലിറ്റി ഉണ്ടെന്നല്ല, ഡെഫിനറ്റ്ലി ദർ ബി മൂവ്മെന്റ്. ഐ വി കുറവാണ്, 13, 12 അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിഫ്റ്റി മാക്സിമം ഒരു 75 പോയിന്റ്സോ ഇല്ലെങ്കിൽ 100 പോയിന്റ്സോ ഒക്കെ നീങ്ങാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉള്ളൂ. സോ മൂവ്മെന്റ് ഉണ്ടാവത്തില്ല. ബൈയിങ്ങിന് എപ്പോഴും സൂട്ടബിൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ഐ വി കൂടി നിൽക്കുന്നത് തന്നെയാണ്. സോ ഇനി അടുത്ത ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ടൈം ടു എക്സ്പയറി ആണ്. ഒരു എക്സ്പയറി ഡേ. രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ എക്സ്പയറി ആണ് കൺസിഡർ ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ സെല്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും എക്സ്പയറിയോട് അടുത്തിരിക്കുന്ന ഓപ്ഷൻസിലാണ് ട്രേഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഇൻഡെക്സിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവിടെ നമുക്കൊരു എഡ്ജ് ഉണ്ട് അല്ലേ? എന്തായിരുന്നു? തീറ്റ ഡി കെ. സെല്ല് ചെയ്യുമ്പോൾ എക്സ്പയറിയോട് അടുത്തിരിക്കുന്ന സ്ട്രൈക്കുകൾ സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബൈ ചെയ്യാൻ നേരം ആ ഒരു തീറ്റ ഡി കെ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തീറ്റ ബയേഴ്സിന് എഗെയിൻസ്റ്റ് ആയി നിൽക്കുമ്പോൾ അവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്, ഗാമ. ദാറ്റ് ഇസ് മൂവ്മെന്റ് ഇൻ മാർക്കറ്റ്. നമ്മൾ ശ്രദ്ധിച്ചില്ലേ, ലാസ്റ്റ് ഡേയും കൂടെ ഞാൻ പറഞ്ഞായിരുന്നു, ഭയങ്കര ഹെവി ബ്ലാസ്റ്റ് ആണ് നമ്മളുടെ പ്രീമിയത്തിൽ ഉണ്ടാവുന്നത്. 5 രൂപയുടെ പ്രീമിയം 5 രൂപയുടെ പ്രീമിയം നേരെ പോയി 100 രൂപയിലോട്ടൊക്കെ പോകുന്നത്. സോ 5 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് 100 രൂപയ്ക്ക് സെല് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി അവിടെ നമുക്കുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഗാമ ബ്ലാസ്റ്റ്. മാർക്കറ്റ് പെട്ടെന്ന് ഹെവി ആയിട്ട് മൂവ് ചെയ്യാൻ നേരം ഈ 24,800 ഈ ഒരു സ്ട്രൈക്ക് പെട്ടെന്ന് പ്രീമിയത്തിൽ വളരെ വലിയ ഇൻക്രീസ് ഉണ്ടാവും. അത് ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാനായിട്ട്, ഇത് കണ്ടില്ലേ? ഇത് സെൻസെക്സിന്റെ ചാർട്ടായിരുന്നു നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു പോയിന്റിൽ 81,400ലാണ് മാർക്കറ്റ്. 82,500ന്റെ സ്ട്രൈക്കാണ് കേട്ടോ ഇത് നിങ്ങൾ ഈ കാണുന്നത്. 5 മിനിറ്റ് ക്യാൻഡിൽസിലോട്ട് മാറ്റാം. ഓക്കെ. സോ 143 രൂപ പ്രീമിയത്തിൽ നിന്ന് അത് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 350 രൂപയാണ്. 143 രൂപയിൽ നിന്ന് 350 രൂപ, ഏകദേശം ഡബിൾ ദ പ്രീമിയമായി മാറി. എന്തുമാത്രം മാർക്കറ്റ് നീങ്ങുന്നെന്ന് നോക്കിയേ. അധികം മാർക്കറ്റിന്റെ ഹെവി വലിയ മൂവ്മെന്റ്സ് ഒന്നും നടന്നിട്ടില്ല. മാർക്കറ്റിൽ 500 പോയിന്റ്സിന്റെ ഒരു ചെറിയൊരു ബ്ലാസ്റ്റ് അത് നടന്നപ്പോൾ തന്നെ ഏകദേശം പ്രീമിയം ഇരട്ടിക്ക് മേളിലായി മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതാണ് ഗാമ എഫക്റ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിന്റെ മൂവ്മെന്റിന്റെ സ്പീഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബയേഴ്സിന് അത് അനുകൂലമായിട്ട് മാറുകയും ആ ഒരു ബ്ലാസ്റ്റ് നമ്മുടെ പ്രീമിയത്തിൽ കിട്ടുകയും പ്രീമിയത്തിൽ നല്ല ഇൻക്രീസ് ഉണ്ടാകുകയും ചെയ്യും. സോ ഹോപ്പ്ഫുള്ളി യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതുകൊണ്ട് തന്നെ അധികം സമയം അതിലും കളയുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഉള്ള നമ്മളുടെ ഫാക്ടർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ട്രെൻഡാണ്. ട്രെൻഡ് ഈസ് ഓൾവേസ് അവർ ഫ്രണ്ട്. രാവിലെ നമ്മൾ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലും നേരത്തെ CPR സപ്പോർട്ട് എടുത്ത് നമുക്ക് ട്രെൻഡോ കാര്യങ്ങളോ അനലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. രാവിലെ നമ്മൾ പ്രീമിയം നോക്കി 74 രൂപയ്ക്ക് നമുക്ക് ഈ പ്രീമിയം വാങ്ങാൻ സാധിച്ചാൽ 350 രൂപയ്ക്ക് വരെ ആ പ്രീമിയം സെല്ല് ചെയ്ത് മാറാനായിട്ട് സാധിക്കും. സോ 74ൽ നിന്ന് 350 രൂപ, ഏകദേശം 300 രൂപയ്ക്ക് അടുത്ത് ആ ഒരു പൊസിഷൻ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് ട്രെൻഡ് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ബയേഴ്സിന് അത് അനുകൂലമായിരുന്നു. പിന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഒബ്വിയസ്ലി നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എപ്പോഴും നോക്കുന്ന ആൾക്കാരാണ്. 25,000 എന്ന് പറയുന്നത് ഇവിടെ ക്ലിയർ കട്ട് ഒരു റെസിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ താഴത്തോട്ട് 24,800 നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ തിരിച്ചവിടുന്ന് സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നറിയാം. 25,000ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് താഴത്തോട്ട് വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ എല്ലാവർക്കും അറിയാവുന്നതെന്നല്ല, ചിലപ്പോൾ അത് ബ്രേക്ക് ആവാം, ഇല്ലാതിരിക്കാം. പക്ഷേ സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ എപ്പോഴും നോക്കുകയും അതിന് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോക്കി ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക.
പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ റിസ്ക് ആണ്. നമ്മൾ എന്ത് റിസ്ക് ആണോ ഓരോരോ ട്രേഡുകളിൽ എടുക്കുന്നതിനും എന്തുമാത്രം ക്വാണ്ടിറ്റി നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ 75 റുപ്പീസിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 50,000 റുപ്പീസ് ഉണ്ടെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഈ 74 റുപ്പീസിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്ന് സീറോയിൽ അവസാനിച്ചാൽ ഐ വിൽ ലോസ് എവരിത്തിങ്. എൻ്റെ കയ്യിലുള്ള എല്ലാം എനിക്ക് നഷ്ടമാകും അല്ലേ? സോ ആ റിസ്ക് എടുക്കണോ? അതോ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ക്യാപിറ്റലിൻ്റെ 10% മാത്രമാണോ ഞാൻ ട്രേഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇല്ലെങ്കിൽ 500 രൂപയ്ക്ക് ഞാൻ ട്രേഡ് എടുക്കുന്നുള്ളൂ, 5000 രൂപയ്ക്കാണോ ഞാൻ 50,000 രൂപയിൽ ട്രേഡ് എടുക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അത് മണി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഇംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. സോ വളരെ ക്വിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ഒരു ബൈ ഓപ്ഷനിലോട്ടും ഒരു സെൽ ഓപ്ഷനിലോട്ടും പോകാവൂ. സെല്ലിങ് വളരെ കൺസിഡറബിളി ഓരോ സ്ട്രൈക്കുകളും എടുക്കാൻ നേരം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ല. എവിടെ മാർക്കറ്റ് എത്തത്തില്ലെന്ന് നമുക്ക് തോന്നുന്നു ആ ഒരു പൊസിഷനിൽ പോയി നമുക്ക് സെല്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡയറക്ഷൻ കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ കൂടി ഈ ഗാമ എഫക്റ്റ് മാത്രമാണ് ഇപ്പോൾ സെല്ലേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം. ലാസ്റ്റ് നോർത്ത് തീറ്റ ഡിക്ക് ഇങ്ങനെയുള്ള ചില ദിവസങ്ങളിൽ ചില ഫാക്ടേഴ്സ് മാത്രം എഗെയിൻസ്റ്റ് ആയിരിക്കും. ഓൾമോസ്റ്റ് ബാക്കി എല്ലാ സാഹചര്യങ്ങളിലും സെല്ലേഴ്സിന് അനുകൂലമായിട്ടായിരിക്കും മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഒരുപാട് ട്രാപ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ വെരി ഈസി വേ ടു മേക്ക് മണി. പണം ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് മാറും. സോ അങ്ങനെയല്ല ഒരിക്കലും. എപ്പോഴും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ട്രാപ്സ് ഉണ്ടാവും. അത് നമ്മൾക്ക് വേറെ ദിവസങ്ങളിൽ വേറെ കാര്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. സോ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സെല്ലേഴ്സിന് എഗെയിൻസ്റ്റ് ആണെങ്കിലും ബയേഴ്സിനും ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കത്തില്ലെന്ന് മനസ്സിലാക്കുക. എവരിവെയർ ദർ ഇസ് എ ട്രാപ്പ്. നമ്മൾ റീറ്റെയിലേഴ്സ് ആണ്. ട്രേഡ് ചെയ്യാൻ നേരം നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ട്രാപ്സും കാര്യങ്ങളും എല്ലാം ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകും. പക്ഷെ അതിനകത്ത് പ്രാക്ടീസ് ചെയ്യുക, നമ്മളുടെ എഡ്ജ് കണ്ടെത്തുക, ആ രീതിയിൽ നമ്മൾ പ്രോഫിറ്റും കാര്യങ്ങളും എല്ലാം മേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഐ തിങ്ക് നമ്മളുടെ സമയം അതിക്രമിച്ചു വരുന്നു. ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടെ ക്ലാരിറ്റി ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വാട്സപ്പിലോ കാര്യങ്ങളോ എന്നോട് ചോദിക്കാവുന്നതേ ഉള്ളൂ. പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ കുറച്ച് സ്പീഡിലാണ് കാര്യങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയാം. നമ്മളുടെ സമയം പരിധി ഉള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഇനി ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കാം. നമുക്ക് അതും കൂടെ ക്ലിയർ ഔട്ട് ചെയ്തിട്ട് ഇന്നത്തെ സെക്ഷൻ വൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ. ഹലോ ഹലോ, പറഞ്ഞോളൂ രതീഷ്. സാർ, ഞാനൊരു ബേസിക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ. ഞാനെല്ലാം കേട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഈ ഡയറക്ഷൻ ഡോറിന്റെ ഡയറക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്രേഡിലാണോ? ട്രേഡിങ്ങിലെ ഡയറക്ഷനിലും നോൺ ഡയറക്ഷനിലും ആണ് ഉദ്ദേശിച്ചത്? അല്ല, ഇതിപ്പോ ഇതിലാണെങ്കിലും വരുന്നില്ല അങ്ങനെ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഡയറക്ഷണൽ എന്ന് ഇവിടെ പറഞ്ഞത് ഓക്കെ. നമ്മളൊരു ഡയറക്ഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും സംസാരിക്കുമ്പോൾ ബൈയിങ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ സംസാരിക്കാറ്. എന്താ ഞാൻ ഡയറക്ഷണൽ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈയിങ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്ഷൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചാൽ മാത്രമേ എനിക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് അവിടെ സാധിക്കത്തുള്ളൂ ഒരു Okay. ബയ്യർ ആണെങ്കിൽ, അല്ലേ? അങ്ങനെയാണ് Okay. യൂഷ്വലി നമ്മൾക്ക് വരുന്നത്. ഇനി നോൺ ഡയറക്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സെല്ലർ ആണെന്ന് കരുതുക. ഇന്നൊരു എക്സ്പയറി ഡേ ആണ്. 25,000 കോൾ ഓപ്ഷൻ ഞാൻ രാവിലെ സെല്ല് ചെയ്തു. ഓക്കെ. മാർക്കറ്റ് Okay. മാർക്കറ്റ് ഇൻ കേസ് ഒരു നോൺ ഡയറക്ഷണൽ രീതിയിൽ മൂവ് ചെയ്താലും ശരി, എനിക്ക് കൃത്യം ഡയറക്ഷൻ കിട്ടണമെന്ന് ഇല്ല. അണ്ടർസ്റ്റുഡ്. Okay. പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് Okay. ഡയറക്ഷൻ കിട്ടണമെന്ന് ഇല്ല. ഇൻ കേസ് മാർക്കറ്റ് ഏത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ പോയാൽ തന്നെയും 25,000 എത്താത്തത് കൊണ്ട് എനിക്ക് ആ പ്രോഫിറ്റ് കിട്ടും. ഇനി വേറൊരു കൺസെപ്റ്റിൽ ഇത് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു നോൺ ഡയറക്ഷണൽ സെല്ലറാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ യൂഷ്വലി എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് നോൺ ഡയറക്ഷണൽ എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രേഡ് ചെയ്യാൻ നേരം മാർക്കറ്റിന്റെ ഡയറക്ഷനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനൊരു നോൺ ഡയറക്ഷണൽ ട്രേഡർ ആണെന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം. അതാണ് Okay. കോമൺലി രതീഷ് കേൾക്കുന്ന ഒരു നോൺ ഡയറക്ഷൻ അതെ. എന്ന് തോന്നുന്നു. ഓക്കെ. യൂഷ്വലി ഞാനൊരു Okay. നോൺ ഡയറക്ഷണൽ സെല്ലർ എന്ന് പറയാൻ കാര്യം ഇതാണ്. ഞാൻ മാർക്കറ്റിനെ റിലൈ ചെയ്യുന്നത് എപ്പോഴും തീറ്റ ഡി കെ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തന്നെയാണ്. ഓക്കെ. മാർക്കറ്റ് Okay. ഒരു Okay. പർട്ടിക്കുലർ റേഞ്ചിൽ സപ്പോസ് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ 25,000 പ്രീമിയം 50 രൂപ എന്ന് കരുതുക.
ഓക്കെ. ഓക്കെ. സോ 24,000 ഇവിടെ താഴത്ത് നമ്മൾക്കൊരു സ്ട്രൈക്ക് എടുക്കാം. നോൺ ഡയറക്ഷണൽ ആകാൻ നേരം നമ്മൾ 2 സൈഡിലും ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് എപ്പോഴും. 50 രൂപ 24,400ലും 50 രൂപ ഉണ്ടെന്ന് കരുതുക. സോ മാർക്കറ്റ് ഇവിടെ ഓക്കെ. ഓപ്പൺ ആയി 2 സൈഡിലും 50 രൂപയാണ്. ടോട്ടല് നമ്മൾ 100 രൂപയുടെ പ്രീമിയം കളക്ട് ചെയ്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അല്ലേ? ഓക്കെ. ഓക്കെ. അതെ. സോ മാർക്കറ്റ് ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തു. ഈ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്താലും ഈ 50 രൂപ എന്നുള്ളത് ഡെഫിനിറ്റ്ലി അത് മേലോട്ട് പോയിട്ടുണ്ടാകാം. ഓക്കെ. 50 രൂപ എന്നുള്ളത് മേലോട്ട് പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ അത് 60ൽ പോയിട്ടുണ്ടാകാം, 70ൽ പോയിട്ടുണ്ടാകാം. തിരിച്ച് മാർക്കറ്റിന്റെ തീറ്റ ഡികെ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് തിരിച്ച് 60ലോട്ട് വന്ന് മാർക്കറ്റ് എൻഡ് ചെയ്തപ്പോൾ അവസാനിച്ചെന്ന് കരുതുക. സോ ഓക്കെ. താഴത്തുള്ള പ്രീമിയം ഉറപ്പായിട്ടും 40 റുപ്പീസ് ടു 30 റുപ്പീസ് ആയിട്ടുണ്ടാവും. ഓക്കെ. സോ 50 രൂപയിൽ നമ്മൾ സെല്ല് ചെയ്ത ഒരു ഐറ്റം 60 രൂപയിലോട്ട് പോയിട്ട് ഒരു സ്ട്രൈക്ക് 60 രൂപയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കോൾ സൈഡിലെ ലോസ് എന്ന് പറയുന്നത് 10 റുപ്പീസ് ആണ്. അല്ലേ? 10 പോയിന്റ്സ് അതെ. ആണ്. പക്ഷേ നമ്മളുടെ താഴത്ത് 50 റുപ്പീസിന്ന് 30 റുപ്പീസ് വന്നപ്പോൾ 20 പോയിന്റ്സ് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് ബുക്ക് ചെയ്തു. ഓക്കെ. സോ ഓൺ ആൻ ആവറേജ് നമ്മളുടെ പ്രോഫിറ്റ് വിൽ ബി 10 റുപ്പീസ്. 10 പോയിന്റ്സ് ആണ് നമ്മൾ അന്നത്തെ ദിവസം പ്രോഫിറ്റ് ആയിട്ട് ബുക്ക് ചെയ്യുന്നത്. സോ ഒരു നോൺ ഡയറക്ഷണൽ പ്ലെയർ ആകുമ്പോൾ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തു എന്നുള്ളത് പ്രശ്നമല്ല. പക്ഷെ തീറ്റ ഡികെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയോ എന്നുള്ളതാണ് പ്രശ്നം അവിടെ. അതുകൊണ്ടാണ് യൂഷ്വലി ഞാനൊരു നോൺ ഡയറക്ഷണൽ ട്രേഡർ ആണ് പറയാനായിട്ടുള്ള ഒരു കാര്യം. ഞാൻ യൂഷ്വലി ഈ ഒരു 10 പോയിന്റ്സിന് വേണ്ടിയിട്ടായിരിക്കും യൂഷ്വലി ട്രേഡ് ചെയ്യാറ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ. അണ്ടർസ്റ്റുഡ്. ഓക്കെ. താങ്ക് യു. സോ അതാണ് നോൺ ഡയറക്ഷണലായിട്ട് പറയുന്നത്. വേറെ നൗഷ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ചിട്ട്? ഒരു സംശയം, നമ്മൾ ഈ 25,000 പറയണത് സെല്ല് ചെയ്യല്ലേ ചെയ്യാ? അതെ. ഔട്ട് ഓഫ് ദ മണിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെല്ല് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ താഴെ 24,500 പറഞ്ഞത് ബൈ ചെയ്യും. 24,500 അല്ല, അതല്ല സെല്ല് ചെയ്യുക. അതെ സെല്ലാണ്. രണ്ട് ഓപ്ഷൻസും സെല്ല് ചെയ്യുവാണ്. അതിന്റെ ഹെഡ്ജസ് നമ്മൾ മേലോട്ട് പോയി വീണ്ടും ബൈ ചെയ്യുന്നത് നമ്മളുടെ ഹെഡ്ജ് ആയിരിക്കും. അങ്ങനെയാണല്ലേ? അതെ. 25,000 നമ്മൾ ഞാനിത് സെല്ല് ചെയ്ത് ഒന്ന് ബൈ ചെയ്യും ഒന്ന് സെല്ല് ചെയ്യുന്ന അങ്ങനെയാണ്. അല്ല, രണ്ടും നമ്മൾ സെല്ല് ചെയ്യും. 10 റുപ്പീസ് 10 റുപ്പീസിന് ആണെന്നുണ്ടെങ്കിൽ, ഇല്ല 50 ആണെങ്കിൽ നമ്മൾ 50-50ക്ക് രണ്ടും സെല്ല് ചെയ്തിട്ടാണ്. അതാണ് ഒരു നോൺ ഡയറക്ഷണൽ വേ ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരേ സമയം നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. സോ ആ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോയുടെ താഴെ വാട്സപ്പിൽ എനിക്ക് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അതേപോലെ തന്നെ നാളെ സൺഡേ ആണ്. സൺഡേ ഞാൻ അവൈലബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഇനി മൺഡേ ആയിരിക്കും നമ്മളുടെ ഈ ഒരു ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത്. മൺഡേ ട്രേഡ് ചെയ്യുക, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. വേറെ എന്തെങ്കിലും കാര്യം എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തരാനായിട്ടുണ്ടോ? രതീഷിന്, നൗഷാദിന് എന്തെങ്കിലും കാര്യങ്ങൾ ഞാനായിട്ട് ചെയ്തു തരേണ്ടതായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്തു തരാം. സാറേ, ഫയേഴ്സിന്റെ കോണ്ടാക്ട് തരാന്ന് പറഞ്ഞു സാർ, അത് കിട്ടിയില്ലായിരുന്നത്. ഓക്കെ രതീഷ്, അത് അയച്ചു തരാവേ. ഓക്കെ. താങ്ക് യു. ഇതെല്ലാം ഞാൻ ക്ലിയർ ആയത് വരുന്നേ ഉള്ളൂ. കാരണം എനിക്കിത് ഐഡിയ ആയിട്ടില്ല. ഞാൻ സ്റ്റോക്സ് മാത്രം ചെയ്യുന്നതുകൊണ്ട് സാർ പറഞ്ഞ കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. എല്ലാം ക്ലിയർ ആവില്ല. ഇല്ല, ഇതെല്ലാം ക്ലിയർ ആയി കിട്ടും. നമ്മൾ ആ രീതിയിലാണ് ഞാനും കാര്യങ്ങൾ കുറച്ചും കൂടെ അനലൈസ് ചെയ്യാനായിട്ടും പഠിപ്പിക്കാനായിട്ടും ശ്രമിക്കുന്നത്. ഞാൻ മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു നല്ല ടീച്ചർ അല്ല. ഡെഫിനറ്റ്ലി ഞാൻ ഒരു ട്രേഡറാണ്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ചില സാഹചര്യങ്ങളുണ്ടാകും. പക്ഷെ എന്നോട് രണ്ടാമത് ചോദിച്ചോളൂ, പറഞ്ഞുതരാൻ എനിക്കൊരു മടിയുമില്ല. കാര്യം ഞാൻ ടീച്ചിങ് ഫീൽഡിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എനിക്ക് എങ്ങനെ ഇത് അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാനിപ്പോ സാറ് ചോദിച്ചില്ലായിരുന്നു നോൺ ഡയറക്ഷൻ എന്നുള്ള വേർഡ്സ് കിട്ടാൻ ഞാൻ ചോദിച്ചത് എന്താ ഉദ്ദേശിക്കണെന്നുള്ളത്. റൈറ്റ്. അതാണ്. അതായത് ചില സാഹചര്യങ്ങളിൽ ഞാൻ പറയുന്ന വേർഡ്സ് ക്യാപ്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. എന്റെ മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ വരുന്നത്.
നമുക്ക് ഇനി വരുന്ന സമയങ്ങളിൽ അത് ശ്രദ്ധിക്കാം. മാക്സിമം ക്ലിയർ ആക്കി പറഞ്ഞു തരാനായിട്ട് ഞാൻ നോക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് നമ്മുടെ സമയം അവസാനിക്കാറായി. ഈ സെക്ഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ Okay. തിങ്കളാഴ്ച ബാക്കി ട്രേഡിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ഹാപ്പി വീക്ക്. ഓക്കെ, താങ്ക് യു സർ. Happy ഓക്കെ, താങ്ക് യു. weekend. സെയിം ടു യു. താങ്ക് യു. താങ്ക് യു.